Hi friends, good morning. Good morning, sir. Morning, sir. Good morning, sir. Konjile Begum. നിങ്ങളല്ലേ silent prayer fast for the class. Okay, right. വാങ്ങിച്ചാ പറഞ്ഞ മോനെ എന്തായിരുന്നു ഈ ഹൈറ്റ് ഓഫ് എ പിരമിഡ് എന്ന് പറഞ്ഞാൽ? വാങ്ങിച്ചാ Sir, ഞാൻ റെസ്പോണ്ട് ചെയ്തടാ. ഹൈറ്റ് ഓഫ് എ പിരമിഡ്. sir, ഹൈറ്റ് ഓഫ് എ പിരമിഡ് എന്താണ്? ഹൈറ്റ് ഓഫ് എ പിരമിഡ് ഒരു പിരമിഡിന്റെ ബേസിൽ നിന്ന് അപ്പെക്സ് വരെയുള്ള ഹൈറ്റ്. എന്താണ്? ഹൈറ്റ് ഓഫ് എ പിരമിഡിന്റെ സിമ്പിൾ അബിൻ? Sir, സിമ്പിൾ ഫോർ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. sir, H. ഇർഫാൻ ഷംസുദ്ദീൻ, നമ്മുടെ ബേസും ഹൈറ്റും സ്ലാൻഡ് ഹൈറ്റും കണക്ട് ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ഡയമെൻഷൻസ് എങ്ങനെയാടാ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സ്ലാൻഡ് ഹൈറ്റ് വരും. ആ താഴെ ബേസിന്റെ ഹാഫ്. ആ പിന്നെ അവസാനത്തെ സൈഡ് മറ്റേ ഹൈറ്റ് ആയിട്ട് വരും പിരമിഡിന്റെ. ശരി ശരി ശരി. പിന്നെ റബീസ് ഒന്ന് പറഞ്ഞ മോനെ. റബീസ്, ഈ ബേസും ലാറ്ററൽ എഡ്ജും വരുന്ന ട്രയാങ്കിളിലെ തേർഡ് സൈഡിൽ ആരാ വരിക? Sir, ബേസും ലാറ്ററൽ എഡ്ജും കണക്ട് ചെയ്യുന്ന ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ആയിട്ട് വരുന്നത് ആരാണ്? stand height. സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ. അച്യുതേ, Sir, ബേസും അതുപോലെ തന്നെ ബേസും ഹൈറ്റും വരുന്ന ട്രയാങ്കിൾ ഇല്ലേ, അതിന്റെ തേർഡ് സൈഡിൽ വരുന്ന ആരാ? ബേസ് ബേസും ഹൈറ്റും ഇൻവോൾവ് ആയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ആരാണ്? സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്? നല്ല ബോധ്യം വേണ്ട രണ്ടുപേരെ കുറിച്ച്. ഇതെങ്ങനെയാണ് ട്രയാങ്കിൾസ്? ഇതില് രണ്ട് പേരുടെയും ബേസ് കോമൺ ആണ് b/2 അല്ലേ? ഒരാളില് ഇവിടെ സ്ലാൻഡ് ഹൈറ്റും ഇവിടെ ലാറ്ററൽ എഡ്ജും, മറ്റേതിലൂടെ ഹൈറ്റും ഇവിടെ സ്ലാൻഡ് ഹൈറ്റും. ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ട്രയാങ്കിൾ വരയ്ക്കണം. മീൻസ് റൈറ്റ് ട്രയാങ്കിളുമായി കണക്ട് ചെയ്യുന്ന പൈതഗോറസുമായി കണക്ട് ചെയ്യുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ ഇത് വരയ്ക്കണം, എന്നിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ. ഇനി അടുത്തൊരു സംഗതി, പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റ് വരുത്താൻ ചാൻസ് അല്ല, കുറെ മിസ്റ്റേക്സ് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതില് കുറെ ഫോർമുലാസ് ഉണ്ട്. ഓക്കെ, കുറെ ഫോർമുല എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഈ ട്രയാങ്കിൾ തന്നെ എടുത്താൽ ഇവിടെ നമുക്ക് എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് b/2 ഹോൾ സ്ക്വയർ എന്ന് ഫോർമുലയുണ്ട്. എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് b/2 ഹോൾ സ്ക്വയർ എന്ന് ഫോർമുലയുണ്ട്. b/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്ന് ഫോർമുലയുണ്ട്. ഇങ്ങനെയെല്ലാം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഫോർമുലാസ് എഴുതാം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചിട്ട് ഫോർമുലാസ് എഴുതാം. എന്നിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല, സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല, ബേസ് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല. ഇങ്ങനെ നിങ്ങൾ ഫോർമുലാസ് പഠിക്കാൻ നിന്നാൽ നിങ്ങൾ ഇടങ്ങേറാവും. ഇങ്ങനെ ഓരോന്നിനും ഓരോ ഫോർമുല ആയിട്ട് നിങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഓർ ടു ബൈ ഹെർട്ട് ദ കൺസെപ്റ്റ്. അതിന് പകരം നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. നമ്മളുടെ അപ്പൊ ഈ കാണുന്നതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയേക്കുക. എൻ്റെ സജഷൻ ആട്ടോ. നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഇത് 90 ഡിഗ്രിയാണ്. റൈറ്റ് ട്രയാങ്കിളിലെ പൈതഗോറസ് തിയറം നമുക്കറിയാം ഇല്ലേ? അത് നേരെ അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അനുസരിച്ച് ബേസിൽ വരുന്ന ആളുടെ സ്ക്വയർ, ഹൈറ്റിന്റെ സ്ക്വയർ, ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ. ഇത് പഠിച്ചിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആളുകളെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറ്റേ ആളെ കണ്ടുപിടിക്കായിരിക്കും എളുപ്പം. ഈ മൂന്ന് പേരിൽ BA HL ഏതെങ്കിലും രണ്ടുപേരെ ഉണ്ടാവും, മൂന്നാമനെ കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നതായിരിക്കും ബെറ്റർ, ഓരോ ഫോമുല പഠിക്കുന്നതിനേക്കാളോടോ. അതാണ് ഞാൻ പ്രിഫർ ചെയ്യും. ക്ലിയർ ആണോ എവരിവൺ? ഓക്കെ. അപ്പൊ താഴെ ക്വസ്റ്റ്യൻ എഴുതി എക്സസൈസ് 2 ഹെഡിങ് കൊടുക്കുക വേഗം. എക്സസൈസ് 2 ഹെഡിങ് കൊടുക്കുക. താഴെ എഴുതിക്കോ.
in the following cases, comma, find the side of the pyramid, mentioned, mentioned. First question. എന്താണ് ക്വസ്റ്റിന്റെ അർത്ഥം എന്ന് പിടികിട്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ക്വസ്റ്റ്യനിൽ ചില ആളുകൾ തന്നിട്ടുണ്ട്, ഒരു സൈഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ മെൻഷൻ ചെയ്തേക്കുന്ന സൈഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നേരെ കയറി അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, നിർബന്ധമായും പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് വേണം കേട്ടോ ചെയ്യാൻ. ഇവിടെ സാർ പറഞ്ഞോ. ഫിഗർ ഒന്നും വേണ്ടല്ലോ. ഫിഗർ വരയ്ക്കണം ഇവിടെ, ട്രയാങ്കിൾ വരയ്ക്കണം, ഇല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് കൂടുതല. എന്തൊക്കെയാ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞേ അബ്ദുൽ അസീസ്. എന്തൊക്കെയാ നമുക്ക് തന്നിരിക്കുന്നത്? ബേസ് എഡ്ജ് എന്നാണ്ട്, പിരമിഡിന്റെ ഹൈറ്റ് എന്നാണ്ട്. ബേസ് എഡ്ജും പിരമിഡിന്റെ ഹൈറ്റും ഉണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? സ്ലാന്റ് ഹൈറ്റ്. ശരി ശരി ശരി. പറഞ്ഞോ. നമുക്ക് ഈ ട്രയാങ്കിള് എ ബി സി എന്ന് പേര് കൊടുത്തിട്ട് പൈത്തഗോറസ് തിയറം അങ്ങനെ ചെയ്തോ, ഒന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമ്മളുടെ ചോയ്സാ. 30 seconds more. സ്പീഡ് ആവട്ടെ. റൂട്ട് നമുക്ക് കിട്ടുന്ന റൂട്ട് അറിയാവുന്ന വാല്യൂസ് ആണെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കുക കേട്ടോ. പരിചയത്തെ വാല്യൂക്ക് ഒന്ന് ഫാക്ടറൈസ് ചെയ്താൽ മതി, കിട്ടും. റൈറ്റ്. ഒന്ന് പറഞ്ഞ എന്താ ഒരു ആൻസർ എന്ന് കേൾക്കട്ടെ. ഷാരൂഖ് ഇതെങ്ങനെയാ കാര്യങ്ങൾ നോട്ട് ചെയ്തേ? ഷാരൂഖ് എന്ന് പറയടാ. പറ. ഞാൻ ചെയ്തില്ല. എടാ നീ ഒന്നും ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വെച്ചേക്കുവാണോ? ഒരക്ഷരം പോലും എഴുതിയിട്ടില്ലേ? പിരമിഡ് വരച്ചോ? പിരമിഡ് മൊത്തം ഒന്ന് കാണിച്ചു നോക്കട്ടെ. എന്നതാ നീ പറഞ്ഞേ? പിരമിഡ് വരച്ചു, മൊത്തം വരച്ചിട്ടില്ല. നീ ബുക്ക് കാണിച്ചു ഞാൻ നോക്കട്ടെ എന്നാ കാണിച്ചു വെച്ചേക്കുന്നതെന്ന്. ആദിൽക്ക് എങ്ങനെ ആൻസർ കിട്ടിയ? ആദിൽക്ക് എന്ന് പറഞ്ഞേ മാറ്റി ഷാരൂഖ് നോക്കട്ടെടാ. ആദിൽക്ക് പറ. ബേസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എൽ സ്ക്വയർ. അല്ല, ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എൽ സ്ക്വയർ ആണ്. അങ്ങനെ ആരാ പറഞ്ഞേ? നോട്ട് മാറ്റിക്കോ. അതിലെ ബേസിൽ ആരുടെ വരും? അതിലെ ട്രയാങ്കിളിന്റെ 4 ആണ്, പകുതിയാണ്. തെറ്റൂല അപ്പോ? അതിലെ വേഗം തിരുത്തിക്കേ. ഇവിടെ വരുന്ന ആള് ബേസിന്റെ പകുതിയാണ്. b/2 h l ഇതാണ് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ. ഇതിൽ വേണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ. b/2 എന്ന് പറയാൻ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് വാല്യൂസ് കൊടുക്കാം. b/2 എന്ന് പറയുമ്പോൾ 8ന്റെ പകുതി 4 ആണ്. ഹൈറ്റിന്റെ വാല്യൂ 3 ആണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് അറിയില്ല.
പൈത്തഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ എൽ സ്ക്വയർ 16 പ്ലസ് 9 equal to L square. L square equal to 25 എന്ന് കിട്ടും. L equal to root 25. 5 എന്ന് ആൻസർ കിട്ടും. കിട്ടിയായിരുന്നോ 5 എന്ന്? ശരി. So here we go for the next one. വേഗം. സാർ ഓ L 13 സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ? സെന്റിമീറ്റർ. അവിടെ ശ്രദ്ധിച്ച് ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അറിയില്ലാത്ത ആൾ അതേ സിമ്പിൾ വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സ്പീഡാവട്ടെ. അമ്ന നമുക്ക് എന്തൊക്കെയാ ഇവിടെ തന്നിട്ടുള്ളേ? ബേസ് ഉണ്ട്, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്. ശരി, ആരെയാ കണ്ടുപിടിക്കണ്ടേ? ഹൈറ്റ്. ട്രയാങ്കിൾ ഡയമെൻഷൻസ് പറഞ്ഞു എങ്ങനെയൊക്കെ നമുക്ക് വരിക? അവിടെ 13 വരും. എവിടെയാ മറ്റേ അവിടെ എന്ന് പറഞ്ഞ ആൾക്ക് പേരിന് അത് തന്നെ ഹൈപ്പോട്ടിന്യൂസ്. ശരി, പിന്നെ ഹൈറ്റിന്റെ അവിടെ h വരും. അവിടെ h വരും. ബേസ് 6 ആണ് വരിക കേട്ടോ. 12ന്റെ പകുതി 6 ആണ് വരിക. എത്ര ഫൈനൽ ആൻസർ കിട്ടി? നമ്മൾ ഉറപ്പ് ചെയ്താ ഫൈനൽ ആൻസർ റൂട്ട് 204 വന്നാൽ തെറ്റും, മിസ്റ്റേക്ക് ഉണ്ട്. 5 അതും തെറ്റും, മിസ്റ്റേക്ക് ഉണ്ട്. എങ്ങനെയാ ചെയ്ത് അപ്ലൈ ചെയ്താൽ പറഞ്ഞ റുഫ് ചെയ്ത് അപ്ലൈ ചെയ്ത് എങ്ങനെയാന്ന് പറഞ്ഞേ? ശരി, ഒന്നൂടെ. b/2 ഹോൾ സ്ക്വയർ പ്ലസ് കഴിഞ്ഞ് പറയാൻ എനിക്ക് ക്ലിയർ ആയില്ല. b/2 ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ ടു അത് തെറ്റും. എന്താ ഇവിടെ പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞ റുഫ് ചെയ്താ? പൈത്തഗോറസ് തിയറം എന്താ? Rufeda, what is Pythagoras theorem? എങ്ങനെയാ? ഒന്നോടെ വോയിസ് കട്ടാവുന്നു. ഈ എ ബിയും എ സിയും ബി സി ഒക്കെ എന്താ? കംപ്ലീറ്റ് ചെയ്ത സാബിത്ത് ഒന്ന് പറയണ കേക്കട്ടെ. മുഹമ്മദ് സാബിത്ത്. പൈതഗോറസ് തിയറം എടാ വേഗം പറടാ, ഈ താളം കണ്ടോണ്ടിരിക്കാതെ വേഗം പറയുന്നേ, അതല്ലേ ലൈവ് ആവണമെന്ന് ഞാൻ പറഞ്ഞേ. ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് എടുത്ത്
പൈത്തഗോറസ് തിയറം എന്താണെന്ന് എൻ്റെ ചോദ്യം. വാട്ട് ഈസ് പൈത്തഗോറസ് തിയറം? വാട്ട് ഡു യു മീൻ ബൈ പൈത്തഗോറസ് തിയറം? സുഹേൽ എന്താ പൈത്തഗോറസ് തിയറം? Square plus h square is equal to 30 square. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. നമ്മൾ ഈ കേസിൽ ചെയ്യുകയാണെങ്കിൽ ബേസിൽ 6 ആണുള്ളത്, ഹൈറ്റ് ആയിട്ട് h ആണുള്ളത്, ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇതാണ് പൈത്തഗോറസ് തിയറം പറയുന്നത്. അപ്പൊ ഏത് കേസിലാണെങ്കിൽ ബേസിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ. സിംപ്ലിഫൈ ബൈ, ഐ തിങ്ക് യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് 12 സെന്റിമീറ്റർ. ആണോ? അല്ല, 12 അല്ല, 169 6 163 133 ആണോ ഇവിടെ? റൂട്ട് 133. ഫൈൻ. 36 പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ 169 എന്ന് വരും. എച്ച് സ്ക്വയർ ഈക്വൽ 169 മൈനസ് 36 133. എച്ച് ഈക്വൽ റൂട്ട് 133 എന്ന് എഴുതണം കേട്ടോ. ഫോർ സിംപ്ലിഫൈ ഒന്നും പോകേണ്ട, ഇത്തിരി നിർത്തിയാൽ മതി. റൂട്ട് 133 സെന്റിമീറ്റർ എന്നാണ് എൻ്റെ ആൻസർ. ഇത് ഉദാഹരണം കിട്ടണമെങ്കിൽ പൈത്തഗോറസ്, ഞാൻ ഒന്നോടെ പറയുന്നു, പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് തിയറത്തിന്റെ ബേസിക് സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ മതി. ബേസിന്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും ആഡ് ചെയ്താൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കിട്ടും. ഇതാണ് പൈത്തഗോറസ് പറഞ്ഞ തിയറം. Complete ആയില്ലേ everyone? Okay, next one. Height equal to 8 centimeter. Slant height equal 10 centimeter. Don't know the base. അവിടെ ശ്രദ്ധിച്ച് ട്രയാങ്കിൾ നിർബന്ധമായിട്ടും വരയ്ക്കാം കേട്ടോ. ട്രയാങ്കിൾ വരയ്ക്കാതെ നിങ്ങൾ ചെയ്യേണ്ട. ട്രയാങ്കിൾ വരയ്ക്കാതെ ചെയ്താൽ തെറ്റാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് ട്രയാങ്കിൾ വരയ്ക്കാതെ ചെയ്യരുത്. നിർബന്ധമായും ട്രയാങ്കിൾ വരയ്ക്കുക. വേഗം വേഗം വേഗം. seconds കേട്ടോ. Sir, പറഞ്ഞോ. നമ്മൾ ഫൈനൽ ആൻസർ എഴുതുമ്പോ ബി എന്നാണ് എഴുതണേ, b/2 എന്നാണ് എഴുതണേ? ബേസ് ആണ് നമുക്ക് വേണ്ടത്. b/2 ട്രയാങ്കിളിൽ വരുമ്പോ പകുതിയായെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ബേസാ അൾട്ടിമേറ്റ്ലി. സാർ നമുക്കപ്പോ കിട്ടുന്നത് ബേസ് ആയിരിക്കുമോ? ബേസ് അല്ലല്ല, ബേസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് കേക്കട്ടെ, പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ. അഹമ്മദ് അബ്ദുൽ കരീം പറഞ്ഞു, എങ്ങനെയുള്ള കാര്യങ്ങൾ വരിക? Sir, a/2 square plus h square is equal to l square. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ Simplify by a/2 whole square, a/2 square plus 8 square is equal to 10 square. ശരി. 8 square 64 വരും, 10 square 100 വരും. ആ, സാർ അത്രയേ തോന്നും. ബാക്കി വേഗം കംപ്ലീറ്റ് ചെയ്യടാ. പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. b/2 the whole square plus 8 square equal 10 square.
b by 2 the whole square plus 64 equal 100. Which means b by 2 the whole square is equal to 100 minus 64 എന്ന് വരും. That is 36. b by 2 equal to root 36 6 എന്ന് കിട്ടും. കിട്ടിയായിരുന്നോ ഇങ്ങനെയൊക്കെ? b by 2 6 ആണെങ്കിൽ നമുക്ക് നേരെ എഴുതാം b is equal to 2 നെ അപ്പുറത്തേക്ക് മാറ്റിയാൽ 6 into 2 12 എന്ന് ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ വിൽ ബി 12. ഇങ്ങനെയാണ് നമുക്ക് ബേസിലേക്ക് എത്തുക കേട്ടോ. അല്ലേ എവരിവൺ? അടുത്ത ചെയ്യാം. ഓക്കെ, സ്പീഡിന് ചെയ്യണേ. നെക്സ്റ്റ് വൺ, ബേസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അപ്പം ചോദിച്ചോടാ. സാർ ഇതിൽ ഈ ബേസ് എന്ന് പറഞ്ഞത് ആ ട്രയാങ്കിളിന്റെ ബേസ് ആണോ അതോ ആ പിരമിഡിന്റെ? പിരമിഡിന്റെ ബേസ്. പിരമിഡിന്റെ ബേസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പിരമിഡിന്റെ ബേസാ. ബേസ് ഈക്വൽ 10 സെന്റിമീറ്റർ, സ്ലാന്റ് ഹൈറ്റ് ഈക്വൽ 12 സെന്റിമീറ്റർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടേ, ഇത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. 2 ക്വസ്റ്റ്യൻ ഒരുമിച്ച് തന്നേ ഉള്ളൂ. 2 ക്വസ്റ്റ്യനെ ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്നു മാത്രം. ഡി ചെയ്യാതെ കഴിഞ്ഞ് ഈ ചെയ്യാം കേട്ടോ. വേഗം സ്പീഡിന് ചെയ്യണേ. അതിൽ ചെയ്യുന്നത് ഓക്കെ. സോറി, ആദ്യം ഡി ചെയ്യാട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാൽ മതി. സ്പീഡാവട്ടെ. ഷുഹൈബ് എന്തായാലും ഡി എന്നുള്ള ക്വസ്റ്റ്യൻ 13 കിട്ടി. എത്രയുടെ ഡി? 13 സെന്റിമീറ്റർ. 13. ഫൈൻ, വെരി ഗുഡ്. റിഹാൻ വി എസ് എന്താക്കി? ഡി ക്വസ്റ്റ്യൻ ഡി. സാർ ചെയ്ത് കഴിഞ്ഞു. 13 13. ആ റൂട്ട് 169. ശരി ശരി ശരി. അച്യുത എന്താക്കി?
സാർ ഈ ചെയ്യണുള്ളൂ. സ്പീഡ് ആവട്ടെ. സുഹേലെ കിട്ടിയോടാ? ഡിയുടെ ആൻസർ കിട്ടിയോ സുഹേലെ? ഒന്ന് പറയാം എന്തൊക്കെയാ തന്നേക്കുന്നതിനകത്ത്. B/2 ഓക്കെ, പിന്നെ സ്ലാൻഡ് ആയിട്ട്. ശരി, ട്രയാങ്കിളിന്റെ ഡയമെൻഷൻസ് പറ. ട്രയാങ്കിൾ നമുക്ക് എങ്ങനെയാ കിട്ടുക? താഴെ 12/2. താഴെ നമുക്ക് 12/2, 12/2. ആ എങ്ങനെയാ 12/2 വന്നേ? അല്ല ബി ബേസ് എത്രയാ? ബി എത്രയാ? 12 അല്ല 10. കണ്ണു തുറന്ന് നോക്കടാ ക്വസ്റ്റ്യനിലേക്ക്. 10. അപ്പൊ താഴെ എത്ര വരിക? 5 5 വരും. ഇനി ഹൈറ്റ് ആയിട്ടോ? ഈ തന്നിട്ടില്ല. ഈ നമുക്ക് തന്നിട്ടില്ല. ഈ എവിടെയാ വരിക? 90യുടെ അവിടെ. 90 അവിടെ എന്ന് പറയും ഇവിടെ. ആ അപ്പുറത്തെ സൈഡില് 12. അതാണ് നമ്മൾ ഈ സംഗതി കൃത്യം പഠിക്കാത്തതിന്റെ പ്രശ്നം. മനസ്സിലായോ? ട്രയാങ്കിൾ നമ്മൾ കൃത്യം പഠിക്കാത്തതിന്റെ പ്രശ്നം. ഞാൻ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോഴും ഈ സംഗതി കാണിച്ചു തന്നാണ്. ദേ ഇവിടെ കിടക്കുന്നു. നോക്ക്, എവിടെ ഈ കിടക്കുന്നതെന്ന് നോക്ക്. ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഇല്ലെങ്കിൽ ഇത് തെറ്റും. ഒരു സൈഡ് അങ്ങോട്ട് നമ്മൾ ഓർക്കൊന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വരെ മാറ്റിയിട്ട് കംപ്ലീറ്റ് തെറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഫുള്ള് തെറ്റും. ഹൈപ്പോട്ടന്യൂസിലാണ് ഈ വരിക. ഈ വിൽ ബി അറ്റ് ദ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെയാണ് ഈ വരിക. ഇവിടെ 12 അപ്ലൈ ചെയ്യുമ്പോൾ 5² + 12² = E². ഡയറക്റ്റ് ആണ്, വെരി ഡയറക്റ്റ്. 25 + 144 = E². E² = 169 വരും. E = √169. 13 എന്ന ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ വിൽ ബി 13. 13. ഇവിടെ ഒരു ഈ ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ ഇ ശ്രദ്ധിച്ച് വേഗം തന്ന ഡേറ്റാസ് ഉപയോഗിച്ചിട്ട് ഈ കംപ്ലീറ്റ് ആയിരുന്ന ഹാൻഡ് റൈസ് ചെയ്ത വീഡിയോയിൽ ഈ കംപ്ലീറ്റ് ആയവര് 1 2 3 4 ഫൈൻ. വെരി ഗുഡ്. ശ്രദ്ധിച്ചേണ്ട ക്വസ്റ്റ്യൻ ആട്ടോ. ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഹലീം എവിടെ എത്തിടാ? അടുത്ത ക്വസ്റ്റ്യൻ. ഹലീം എവിടെ എത്തി? നമ്പർ ചെയ്തോണ്ടിരിക്കുക സാർ. ഫാസിൽ എവിടെ വരെ എത്തി? ഫാസിൽ. അബിൻ ചോദിച്ചോ? സാർ, ഈ ട്രയാങ്കിളിന്റെ സെന്ററിലേക്ക് നമ്മൾ വെർട്ടെക്സിൽ ലൈൻ ജോയിൻ ചെയ്യുവാണെങ്കിൽ ആ ലൈനും സൈഡ്സിനും വല്ല കണക്ഷൻ ഉണ്ടോ? എങ്ങനെ ട്രയാങ്കിൾ സെന്ററിലേക്കാടാ? ഇപ്പൊ റൈറ്റ് ട്രയാങ്കിളിന്റെ ആണോ? അല്ല, ട്രയാങ്കിൾ അല്ല, സ്ക്വയറിന്റെ സെന്ററിലേക്ക് നമ്മൾ ഏതെങ്കിലും വെർട്ടെക്സിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ സൈഡ്സിനും ആ ലൈനും വല്ല കണക്ഷൻ ഉണ്ടോ? ഇങ്ങനെ വരച്ചാലാ? ഇത്രേ ഉള്ളൂ അതോ ലൈൻ കംപ്ലീറ്റ് ഉണ്ടോ? അല്ല, അത്രേ ഉള്ളൂ. എ ഇവിടെ വരുന്നത് നമുക്ക് എ √2a. ഈ ലൈൻ മൊത്തം √2a ആയിരിക്കും. a/√2 ആയിരിക്കും ഇതിന്റെ ലെങ്ത് വരിക. a/√2. അതൊക്കെ നമുക്ക് ഡയറക്റ്റ് ട്രയാങ്കിൾ നമ്മുടെ പൈതഗോറസ് തിയറം വെച്ച് കിട്ടും. ഇപ്പൊ ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം. ഇതുണ്ടല്ലേ, ജോയിൻ ചെയ്യാം. അപ്പൊ ഇത് എ ആണ്, ഇത് എ ആണ്, ഇത് നമുക്ക് അറിയില്ല. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൊത്തത്തില് √2a ആണ് കിട്ടും. അത് മൊത്തം √2a ആണെങ്കിൽ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ √2a/2. അത് കട്ടിയുമ്പോൾ a/√2 കിട്ടുക. ഓക്കെ, പോട്ടെ. ഗൗരി എന്ന് പറയാൻ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ, അല്ലെ നമ്മളിപ്പോ ചെയ്യാൻ തന്ന ക്വസ്റ്റ്യനിൽ ഇതുവരെ ചെയ്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തോ ഒരു ഡിഫറൻസ് അല്ലേ? ആദ്യം എച്ച് തന്നേക്കണേ, എല്ല് തന്നിട്ടില്ല. എച്ച് ആണ് നമുക്ക് തന്നേക്കുന്നത്. ആരെയാ കണ്ടുപിടിക്കണ്ടേ? ഈനെ. നമ്മൾ അതാണ് ചിന്തിക്കുന്നത് കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള് ഇ ആണ്. ഓക്കെ, ഇയെ കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി വി ഹാവ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഇ എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കാൻ നമ്മൾ റൈറ്റ് ട്രയാംഗിൾ ഉണ്ട്, ഒരു സംശയം വേണ്ട. ഓക്കെ, പക്ഷെ ആ റൈറ്റ് ട്രയാംഗിളിന്റെ ഡയമെൻഷൻസ് ആയിരിക്കും
ആരൊക്കെയാണ് മോസിൻ മുസ്തഫ? ഈ ഇൻവോൾവ് ആയ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഡയമെൻഷൻസ് ആരൊക്കെയാ? ബേസും സ്ലാൻഡ് ഹൈറ്റും. ബേസും സ്ലാൻഡ് ഹൈറ്റും ആണ്. അവിടെ പ്രശ്നം നമ്മളിപ്പോ കണ്ടേയുള്ളൂ. അത് ഇവിടെ ബേസും ഇവിടെ സ്ലാൻഡ് ഹൈറ്റും ആണ് വരേണ്ടത്. നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി ബേസ് നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഇവനെ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ട്രയാംഗിളില് ആകെ ബേസിനെ മാത്രമേ അറിയാവൂ. അത് വെച്ചിട്ട് ഒരിക്കലും ഈയിലേക്ക് ചാടാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും നോക്കുന്നു. വെൻ വി ലുക്ക് ഇൻടു ദ ക്വസ്റ്റ്യൻ, വേറെ എന്തോടെ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത് കൂടാതെ അമാനമ്മൻ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ബേസും ഹൈറ്റും ഉണ്ടെങ്കിൽ ആരെ കണ്ടുപിടിക്കടാ? അമാൻ പറഞ്ഞേ, ബേസും ഹൈറ്റും ഉണ്ടെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഇഫ് വി നോ ദ വാല്യൂസ് ഓഫ് ബേസ് ആൻഡ് ഹൈറ്റ് വി ക്യാൻ ഫൈൻഡ് ദ സ്ലാൻഡ് ഹൈറ്റ്. അപ്പൊ നമ്മൾ അങ്ങനെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കും. ബേസ് ഹൈറ്റ് വെച്ച് സ്ലാൻഡ് ഹൈറ്റ് കിട്ടും. സ്ലാൻഡ് ഹൈറ്റ് കിട്ടിയാൽ ആ സ്ലാൻഡ് ഹൈറ്റിന്റെ വാല്യൂ ഫസ്റ്റ് ട്രയാംഗിൾ അപ്ലൈ ചെയ്യുക, അവിടുന്ന് ലാറ്ററൽ എഡ്ജ് കിട്ടും. അങ്ങനെ 2 തവണ നമ്മൾ ചെയ്യുമ്പോഴാണ് ഫൈനൽ ആൻസറിലേക്ക് എത്തുക. സോ ആദ്യം നമ്മൾ ഈ റൈറ്റ് ട്രയാംഗിൾ എടുക്കുന്നു. ബേസ് ബൈ 2, ബേസ് ബൈ 2 എന്ന് പറയുമ്പോൾ 10/2 5 വരും. ഹൈറ്റ് 12 ആണ്. സ്ലാൻഡ് ഹൈറ്റ് ട്രയാംഗിൾ ഇതാടോ, ബേസ് ബൈ 2 ഹൈറ്റ് സ്ലാൻഡ് ഹൈറ്റ്. നമ്മൾ പൈതഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ എൽ സ്ക്വയർ, 25 plus 144 equal to L square. L square equal 169. L equal 13 കിട്ടും. ആണല്ലോ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇത് നേരെ കൊണ്ടുപോയി രണ്ടാമത്തെ റൈറ്റ് ട്രയാംഗിൾ അപ്ലൈ ചെയ്യാം. സെക്കൻഡ് റൈറ്റ് ട്രയാംഗിളിലേക്ക് വന്നു കഴിയുമ്പോൾ അഗൈൻ ബേസ് ബൈ 2 ആണ് ഇവിടെ ഉള്ളത്, 5 ആണ്. സ്ലാൻഡ് ഹൈറ്റ് 13 ആണ്. ലാറ്ററൽ എഡ്ജ് വേണം. ഈ റൈറ്റ് ട്രയാംഗിൾ എന്ന് പറയുന്നത് ബേസ് ബൈ 2 സ്ലാൻഡ് ഹൈറ്റ് ലാറ്ററൽ എഡ്ജ് എന്നുള്ള ട്രയാംഗിൾ ആണ്. നമ്മൾ അഗൈൻ പൈതഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ 5 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ ഈക്വൽ ഈ സ്ക്വയർ എന്ന് വരും. 25 plus 169. E square is equal to 184, right? അല്ല 184 അല്ലേ വന്നേ? സർ 194 അല്ലേ? 194 ആണ്. 160 170 അതെ 194. ഐ എം സോറി, മൈ മിസ്റ്റേക്ക്. 194. അപ്പൊ നമുക്ക് അവിടുന്ന് E ഈക്വൽ ടു √194. സിംപ്ലിഫൈ നിർബന്ധമില്ല കേട്ടോ. നിർത്താം. സിംപ്ലിഫൈ ചെയ്യാൻ പോയാലും നമുക്ക് വലിയ കാര്യമായ സിംപ്ലിഫിക്കേഷൻ ഒന്നും പോസിബിൾ ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇതിനകത്തെ ആസ് എ കൺക്ലൂഷൻ നമുക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. നമ്മളുടെ പിരമിഡിനെ സംബന്ധിച്ച് 4 ആളുകളെയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ബേസ്, ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്, ലാറ്ററൽ എഡ്ജ് അല്ലെ? ഈ 4 വ്യത്യസ്ത മെഷർമെന്റ്സ് ആണ് ഒരു പിരമിഡിനുള്ളത്. പിരമിഡ് കണ്ടെയ്ൻസ് ഓൾ ദീസ് 4 ടൈപ്സ് ഓഫ് മെഷർമെന്റ്സ്. ഈ 4 മെഷർമെന്റ്സിൽ 2 പേരെ തന്നിട്ട് ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം. അതാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ നമ്മൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് എക്സസൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ആ ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു. 2 പേരെ തരും, ബാക്കിയുള്ളവരെയൊക്കെ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന ആൾ, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുണ്ടാവുമല്ലോ, അവരെ കിട്ടണമെങ്കിൽ ഏത് ട്രയാംഗിൾ ഓപ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്ക് ചിലപ്പോൾ ബേസും സ്ലാൻഡ് ഹൈറ്റും തരും, ഈ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. ബേസ് ഉണ്ട്, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്, വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നോക്കണം ഈ ഇൻവോൾവ് ആയ, കണ്ടുപിടിക്കേണ്ട ആള് ഇൻവോൾവ് ആയ ട്രയാംഗിൾ ഏതാണ്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്, കണ്ടുപിടിക്കേണ്ട ആള് ഇൻവോൾവ് ആയ ട്രയാംഗിൾ ഏതാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ റൈറ്റ് ട്രയാംഗിൾ ഉണ്ട്, ഈ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടേ.
ഈ കണ്ടുപിടിക്കുന്ന ട്രയാങ്കിളിൽ ബാക്കി രണ്ടുപേരും ഇങ്ങനെയൊക്കെയാണ് അല്ലേ? അപ്പൊ ആ രണ്ടുപേരെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലുണ്ട്, ബി ഉണ്ട്, എല്ലും ഉണ്ട്, നേരെ ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യാം. പൈതഗോറസ് അപ്ലൈ ബിയുടെ വാല്യൂ കിട്ടും. റെഡിയാ? ഇനി ഇത് തന്നെ സപ്പോസ് അനദർ എക്സാമ്പിൾ ഇങ്ങനെ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട്, സ്ലാൻഡ് ഹൈറ്റും തന്നിട്ടുണ്ട്, നമുക്ക് ബേസ് കണ്ടുപിടിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ആലോചിച്ച് നോക്കുക. ഇവന്മാരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രയാങ്കിൾ ഏതാണ്? ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്, ബേസ്. സോ ദർ ഓൾസോ വി ഹാവ് എ റൈറ്റ് ട്രയാങ്കിൾ. അവിടെ ബേസ്, ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്. ഇതില് ഇവനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇവനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇവനെ കണ്ടുപിടിക്കാം. അതും ഡയറക്റ്റ് ആണ്. റൈറ്റ്? ശരി. ഇത് ചിലപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക. നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്, ലാറ്ററൽ എഡ്ജും ഉണ്ട്, ഹൈറ്റ് കണ്ടുപിടിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ ഇവിടെ ഇൻവോൾവ് ആയ ട്രയാങ്കിൾ ഏതാ ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഹൈറ്റ് സ്ക്വയറിന്റെ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് ട്രയാങ്കിൾ ട്രയാങ്കിൾ ഡയമെൻഷൻസ് പറഞ്ഞാ. ഹൈപ്പോട്ടനസ്, സ്ലാൻഡ് ഹൈറ്റ്, ഹൈപ്പോട്ടനസ്, സ്ലാൻഡ് ഹൈറ്റ് ആണ്. ശരി, വേഗം പറ, സമയങ്ങളല്ലേ. പിന്നെ ഓൾട്ടിറ്റ്യൂഡ് എച്ച്. ശരി. താഴെ എല്ലാ കേസിലും കോമൺ അല്ലോടാ താഴത്തെ ആള്? b/2. b/2. നമ്മൾ നോക്കുമ്പോ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്കുള്ള ട്രയാങ്കിൾ ഇതാ. ഇതിൽ ഇവനെ തന്നിട്ടുണ്ട്, പക്ഷെ ഇതില്ല. അപ്പൊ നമുക്ക് ഈ രണ്ട് ഡേറ്റ ഉപയോഗിച്ച് വി ഹാവ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ലൈക്ക് ദിസ്, b/2 L E. അപ്പൊ ഈ ട്രയാങ്കിളില് ഇ തന്നിട്ടുണ്ട്, എല് തന്നിട്ടുണ്ട്, b/2 കിട്ടും. അത് നമ്മളിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എച്ചിലേക്ക് എത്താം. ഇതുപോലെ നമ്മൾ അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതുപോലെ അനലൈസ് ചെയ്തിട്ട് എന്താണുള്ളത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതിന് ഏത് ട്രയാങ്കിൾ ചൂസ് ചെയ്യണം, അതെങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് തിരിയുന്ന പോലെ നോട്ട് ചെയ്ത് വെച്ച് വേഗം. സാർ, ആ, നമുക്ക് എച്ചും ഇയും മാത്രമേ തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. എച്ചും ഇ തന്നിട്ട് കാര്യമില്ല, രണ്ട് ട്രയാങ്കിളല്ലേ, കാര്യമില്ല. എച്ചും ഇയും വെച്ചിരിക്കും ഡയഗണലിലേക്ക് കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് സിലബസിൽ അതിനെ കുറിച്ച് പറയുന്നില്ല. ഒരു നോട്ടീസ് ഉണ്ട്, 1 സെക്കൻഡ്. നിങ്ങളുടെ ടേം ഫീസിന്റെ ലാസ്റ്റ് ഡേറ്റ് January 8 ആണോ? ടേം ഫീയുടെ ഡേറ്റ് January 8. January 8 എന്ന് പറയുമ്പോൾ സാറ്റർഡേക്കുള്ളിൽ ഫീസ് അടയ്ക്കണം. പാരൻസിനെ റിമൈൻഡ് ചെയ്യണം. വേഗം നോട്ട് ചെയ്യ കാര്യങ്ങൾ, ഫസ്റ്റ് ആവട്ടെ. Write fast. Sorry, note down it fast. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും പോയിന്റ് ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കുക. പറഞ്ഞോ. സ്ലാൻഡ് ഹൈറ്റും ബേസും അല്ലേ രണ്ട് കേസിലും കോമൺ? ആ, അതിൽ ബേസ് എന്ന് പറയുന്ന ആള് രണ്ട് ട്രയാങ്കിളിലും ഒരുപോലെ ഒരേ സ്ഥലത്ത് തന്നെയാണ് b/2. ബാക്കിയുള്ള പൊസിഷനൊക്കെ മാറുന്നുണ്ട്, ഇതിന്റെ പൊസിഷൻ പോലും മാറുന്നുണ്ട്. കഴിഞ്ഞ നോട്ട് ചെയ്തതിനോ എല്ലാവരും? വേഗാട്ടെ, 30 seconds more. വിടാവട്ടെ കേട്ടോ.
ഓക്കെ റൈറ്റ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 193 എടുത്തേ. പേജ് നമ്പർ 193. വേഗം ടെക്സ്റ്റ് എടുത്ത് കയ്യിൽ വെച്ചു. സാർ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇട്ടുണ്ടായിരുന്നില്ലേ? അത് നമുക്ക് ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. പേജ് നമ്പർ 193. 4 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം എക്സസൈസിലുള്ളത് കേട്ടോ. 4 ക്വസ്റ്റ്യൻ. അത് ആക്ച്വലി നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പാറ്റേണിലെ ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ഹെഡ് എന്നൊരു ഹെഡിങ് ആണ് തൊട്ട് മുന്നത്തെ പേജിലുള്ളത്. നോക്കി കണ്ടോ? 192 ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ഹെഡ് എന്നുള്ള ഹെഡിങ് കഴിഞ്ഞിട്ട് നേരെ വേറെ അതിൻ്റെ ഇടയ്ക്ക് എക്സാമ്പിൾസ് കാര്യങ്ങളൊന്നും പറയാതെ നേരെ കയറുന്നത് ഈ എക്സസൈസിലേക്കാണ്. ഇതിലാണെങ്കിൽ ആകെ 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. നമ്മൾ നേരെ ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ഹെഡ് എന്താണെന്ന് പറഞ്ഞിട്ട് നേരെ ഈ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈ എക്സസൈസിലേക്ക് കയറുകയാണല്ലോ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരെ ബി തന്നു, എൽ തന്നു, അത് കണ്ടുപിടിക്കുക, എച്ച് തന്നു, ഇ തന്നു, ഇന്ന ആളെ കണ്ടുപിടിക്കുക, ഇങ്ങനെയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ്. അതായത് നേരെ ബിയോ എച്ചോ ഒന്നും പറയാതെ അത് വേറൊരു ഫോമിലേക്കാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുത്തിട്ടൊക്കെ വേണം ചെയ്യാൻ. റൈറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാക്കിംഗ് ആണ് ശരിക്കും നമ്മൾ നേരത്തെ ചെയ്ത ഒരു എക്സാമ്പിൾസ് എക്സസൈസ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അവിടെ ചെയ്ത അതേ ഐഡിയ തന്നെയാണ്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഐഡിയക്ക് മാറ്റമൊന്നുമില്ല. ഇവിടെ കുറച്ച് വേർഡ് പ്രോബ്ലംസും ഫിഗേഴ്സ് ഒക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. തുടങ്ങിക്കോ. 193 ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേഗം. സ്പീഡ് ആവട്ടെ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. യൂസിങ് എ സ്ക്വയർ ആൻഡ് 4 ട്രയാങ്കിൾ വിത്ത് ഡയമെൻഷൻ സ്പെസിഫൈഡ് ഇൻ ദ പിക്ചർ എ പിരമിഡ് ഈസ് മെയ്ഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? നമ്മൾ ആ തന്നിരിക്കുന്ന ആളുകൾ, അതായത് നമുക്ക് ആദ്യം ആ ഫിഗറിൽ തന്നിരിക്കുന്നത് പിരമിഡിന്റെ ഏതെല്ലാം ഡയമെൻഷൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ സിമ്പിൾ ഉപയോഗിച്ച് എഴുതുക, എന്നിട്ട് സ്യൂട്ടബിൾ ട്രയാങ്കിൾ എടുത്തിട്ട് സോൾവ് ചെയ്യുക. ഇത്രയുള്ളൂ പണി. 30 seconds more to complete that first part. First part തീർക്കാൻ 30 seconds maximum. അതൊരു വേഗം ചെയ്യണം. ഷഹാൻ ഒന്ന് പറയടാ, നമുക്ക് തന്നിരിക്കുന്ന 24/18 ഒക്കെ ആരാ? 24 ബേസ് ആക്കി എടുക്കാൻ 24/2. ശരി, പിന്നെ 18 പ്ലാന്റ് ആക്കി. അബ്സല്യൂട്ട്ലി വെരി ഗുഡ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇവിടെ ഒരു 24 നമുക്ക് തന്നിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ നമുക്കൊരു 18 തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ നിലവിൽ തന്നിരിക്കുന്ന ഡേറ്റ ഒരു 24 അത് കൂടാതെ ഒരു 18. ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 24 എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ സൈഡാണ്. ഈ സ്ക്വയറിന്റെ സൈഡിനെ നമ്മൾ എന്ത് പേര് വിളിക്കുക ആൽവിൻ ജെയ്സൺ? ബേസ് എന്ന് പറയാ. അപ്പൊ നമുക്ക് ഇവിടെ ബേസ് ഈസ് ഈക്വൽ ടു 24 ഉണ്ട്. ഇനി നമുക്കൊരു 18, ചിലപ്പോൾ ബോർഡിൽ നിന്ന് കട്ടാവേ, ഇനി നമുക്കൊരു 18 ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട്, ഒരു 18. ആ 18 എന്ന് പറയുന്ന ആളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും
18 എന്ന് പറയുന്നത് എവിടെയാ വന്നേക്കുന്നത്? ദാറ്റ് 18 ഇഷാൻ. ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. ആ ട്രയാങ്കിളിന്റെ ഹൈറ്റിന് നമ്മൾ പഠിച്ചിട്ടുള്ള പേരാണ് സ്ലാൻഡ് ഹൈറ്റ്. കണ്ടോ? അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് കുറിച്ച് തന്നേക്കുന്ന കോലം കണ്ടോ? ഡയറക്റ്റ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയാതെ, ട്രയാങ്കിളിന്റെ ഹൈറ്റിന് ഡയറക്റ്റ് പറയാതെ അതൊരു ഫിഗറിലൂടെ കൺവേ ചെയ്തേക്കാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം കേട്ടോ. നമുക്ക് നേരെ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് പറയാം. റൈറ്റ് ട്രയാങ്കിളിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാന്ന് കേൾക്കട്ടെ. ഇൻസാഫ് എപ്പോഴാ? കണ്ടുപിടിക്കേണ്ടത് എന്താ അവിടെ ഒച്ച ഉണ്ടാക്കണേ? വേഗം പറ. ഹൈപ്പോട്ടിനസ് കണ്ടുപിടി. ഹൈപ്പോട്ടൻസ് ആയിട്ട് ആരാ വരിക? ഹൈപ്പോട്ടിനസ് ആയിട്ട് ശരി ശരി ശരി. ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ പറയാൻ പോലെ മുഹമ്മദ് ഫാസിൽ. ഒന്നോടെ കേട്ടില്ല. b/2 square plus h square is equal to l square. b/2 square plus h square equal to l square. ഇവിടെ നമുക്ക് 24ന്റെ പകുതി 12 വരും, ഇവിടെ 18 വരും, h ഇവിടെ വരും. ഹലീം എത്രയാണ് മോനെ ആൻസർ കിട്ടിയ? ഹലീം കിട്ടും സാർ. റൂട്ട് 180 വരെ എത്തി. റൂട്ട് 180 നിർത്തിയാലും മതി, ബാക്കി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് ഫർദർ സിംപ്ലിഫൈ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. h square is equal to 324 minus 144. 180 എന്ന് കിട്ടും. h is equal to root of 180. സിംപ്ലിഫൈ ചെയ്തതിന് 3 റൂട്ട് 10 എന്നാണ് നമുക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റുക. 3 അല്ല, സോറി, 6 റൂട്ട് 5 സിംപ്ലിഫൈ ചെയ്താൽ തന്നെ. പിന്നെ നിർബന്ധമില്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതിൽ ഒരു പാർട്ടോടെ ഉണ്ടേ ക്വസ്റ്റ്യൻ, ഒരു പാർട്ട് കൂടി ഉണ്ട്. ആ പാർട്ട് ശ്രദ്ധിച്ച് നോക്കുക, എന്ത് ചെയ്യാം. ഇതേ കേസിൽ തന്നെ നമുക്ക് വീണ്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സാർ അതിലും ഹൈറ്റ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് തന്നെയാണ്. ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണ് നമുക്കുള്ളത്. വീടാവട്ടെ കേട്ടോ. ഒന്ന് പറയാം. നെക്സ്റ്റ് കേസിലേക്ക് വരുമ്പോഴേ നമുക്ക് തന്നിരിക്കുന്ന മെഷർമെന്റ്സ് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെഷർമെന്റ്സ് എന്തൊക്കെയാണ്? അൻസിയ
ബേസ് 24. ബേസ് 24 തന്നെ, മാറ്റമൊന്നുമില്ല. ദെൻ പിന്നെ ലാറ്ററൽ എഡ്ജ് ആ 30 ആരാ? 30 ലാറ്ററൽ എഡ്ജ് ആണ്. 30 എന്ന് പറഞ്ഞത് ലാറ്ററൽ എഡ്ജ് ആണ്. ഈ ആണ് 30 കേട്ടോ, ശ്രദ്ധിക്കണേ. ബേസ് ഉണ്ട്, ലാറ്ററൽ എഡ്ജും ഉണ്ട്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ. റൈറ്റ് ഫാസ്റ്റ് ഞങ്ങളല്ലേ. നമ്മൾ ഓൾറെഡി ചെയ്തൊരു ടൈപ്പ് തന്നെ കേട്ടോ, ജസ്റ്റ് വാല്യൂ ചേഞ്ച് മാത്രമേ ഉള്ളൂ. വേഗം ആദ്യം ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കുക? ബിലാൽ നാസർ ആദ്യം എന്താ കണ്ടുപിടിക്കുക? അല്ല, ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് ആദ്യം എന്താണ് കണ്ടുപിടിക്കുക? നമുക്ക് ആദ്യം ഈ തന്ന ഡേറ്റയിൽ നിന്ന് എല്ല് കണ്ടുപിടിക്കാം, തീർച്ചയായിട്ടും. അത് വെച്ചിട്ട് വേണം ബാക്കി കാൽക്കുലേഷനിലേക്ക് വരാൻ. അവിടെ കേട്ടോ, എത്ര സ്ലാൻഡ് ഹൈറ്റിന്റെ വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞ സ്ലാൻഡ് ഹൈറ്റ് ഈക്വൽ ടു ശ്രേയ. സ്ലാൻഡ് ഹൈറ്റ് എത്രയാ? √756. കറക്റ്റ് ആണ്. സെക്കൻഡ് കേസിലേക്ക് എത്തിയോ? ഫൈനലിലേക്ക് എത്തിയോ? സെക്കൻഡിന്റെ കേസിന്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തിയോ? സാർ പറഞ്ഞോ. റൂട്ടിന് സ്ക്വയർ ഇടുമ്പോ റൂട്ട് പോകൂലേ? തീർച്ചയായിട്ടും പോകും. അതുകൊണ്ട് നമ്മൾ എല്ലിനെ √756 തന്നെ നിർത്തിയാൽ മതി. എല്ലിനെ √756 തന്നെ കീപ്പ് ചെയ്താൽ മതി. മൈൻഡ് ഫൈനലിലേക്ക് എത്തിയോടാ? സർ ലാസ്റ്റ് റൂട്ട് സെൻട്രൽ 612 എന്ന് വരും തീർച്ചയായിട്ടും. ആണോ? √612 എന്ന് ഫൈനൽ ആൻസർ കിട്ടിയോ ഒരു വൺ? √612 എവരി വൺ. നമ്മൾ ഫസ്റ്റ് കേസ് ചെയ്യുമ്പോൾ ലാറ്ററൽ എഡ്ജ് ഇ ഈസ് ഈക്വൽ നമുക്ക് കിട്ടാൻ പോകുന്നത് √756 എന്നാണ്. സോറി, സ്ലാൻഡ് ഹൈറ്റ് കിട്ടാൻ പോകുന്നത്. അത് നെക്സ്റ്റ് കേസിൽ ഉപയോഗിക്കുമ്പോൾ √612. ഓക്കെ, കിട്ടാത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കംപ്ലീറ്റ് ആവുന്നത്. ജസ്റ്റ് ഒന്ന് റിസൾട്ട് അനാലിസിസുമായി ബന്ധപ്പെട്ട് ജോൺ സാർ ഒന്ന് ജോയിൻ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ലീവ്. ജോൺ സാർ പ്ലീസ്. ഓക്കെ സാറേ. ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ 18th ബൈവീക്കിലി കംപ്ലീറ്റ് ആയി. അപ്പം അതിന്റെ ഭാഗമായിട്ട് കരുതാണ്. അപ്പോൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, പഠിത്തത്തിൽ പുറകോട്ട് നിൽക്കുന്നവരൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. അതാ പറയാനുള്ളൂ, പഠിക്കുക. അതേപോലെ ഡെയിലി സാറന്മാർ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചിട്ടേ ക്ലാസ്സിൽ കയറാവുള്ളൂ. ഇനിയിപ്പം തലേ ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കൃത്യമായിട്ട് റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടേ കയറാവുള്ളൂ. പലരുടെയും പേരുകൾ ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടി വന്നാൽ അത് ശരിയാവില്ല. അതേപോലെ ആബ്സെൻസ് ആവുന്നത്, ആബ്സെന്റ് ആവാൻ പാടില്ല. ആരും തന്നെ ആബ്സെന്റ് ആവാൻ പാടില്ല. എല്ലാവരും തന്നെ കറക്റ്റ് എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറിക്കൊള്ളണം.
ഇനിയിപ്പോൾ ആബ്സെന്റ് ആവുകയാണെങ്കിൽ നമ്മൾ 5 ആബ്സെന്റ് ആവുമ്പോൾ പേരന്റിനെ കൂട്ടി ഒന്ന് ഓഫീസിൽ വരേണ്ടി വരും കേട്ടോ. എല്ലാ സ്റ്റുഡൻസും ഏത് സ്റ്റുഡൻ്റ് ആണോ 5 ആബ്സെന്റ് ആവുന്നത് പല തവണകളായിട്ട് ആഡ് ചെയ്യുമ്പോൾ 5 ആബ്സെന്റ് നമ്മൾ എത്ര പ്രാവശ്യം ആബ്സെന്റ് ആയെന്ന് കൗണ്ട് ചെയ്യും. അതനുസരിച്ച് നമ്മൾ പേരൻസിനെ വിളിപ്പിക്കും. അപ്പം നിർബന്ധമായിട്ട് അതിന് വന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പിന്നെ കയറ്റില്ല കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അനാലിസിലേക്ക് കിടക്കാം. നമുക്ക് ഞാൻ ഓർഡർ അനുസരിച്ച് വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നവർക്ക് ലീവ് ചെയ്ത് പോകാം കേട്ടോ. ഫസ്റ്റ് അബ്ദുൽ അസീസ് 9.5 S1 നല്ലവർക്കാണ്. അബ്ദുൽ അസീസ് വെൽ ഡൺ, നല്ലവർ കണ്ടിട്ടുള്ള. അൽഫിയ സിദ്ദീഖ് ഓക്കെ, അൽഫിയ സിദ്ദീഖ് 8.5 and 9 S1 നല്ലവർക്കാണ്. അമാൻ ഇലാഹി 9.5 and 10 നല്ലവർക്കാണ്. അമാൻ ഇലാഹി നല്ലവർക്കാണ് കേട്ടോ. ദെൻ അൻസിയ അഷ്റഫ് 9.5 S1 നല്ലവർക്കാണ്. വെൽ ഡൺ. അയാൻ 9.5 and 10 S1 നല്ലവർക്കാണ്. ഫസ്ന അതേപോലെ തന്നെ 9 and 10 നല്ലവർക്കാണ്. ഹയ രണ്ടിന് ഫുള്ളാണ്. വെൽ ഡൺ. ദെൻ മുഹമ്മദ് സുഹൈബ് 10 and 9 S1 നല്ലവർക്കാണ്. ആൻഡ് ശ്രേയ രണ്ടിന് ഫുള്ളാണ്. വെൽ ഡൺ. അപ്പോൾ S1 കിട്ടിയ സ്റ്റുഡൻസിന് ലീവ് ചെയ്ത് പോകാം കേട്ടോ. നെക്സ്റ്റ് അച്യുത് 7.5 and 7.5 S2 കുഴപ്പമില്ലാത്ത മാർക്കാണ്. ആദിൽ കെ അബ്ദുൽ സലാം 8.5 and 6.5 ആണ് കേട്ടോ. ആദിൽ കെ അബ്ദുൽ സലാം 6.5 കിട്ടിയാൽ പോരാ കേട്ടോ, കുറച്ചുകൂടെ മേടിക്കാം. then അഹമ്മദ് അബ്ദുൽ കരീം 6 and 8. അഹമ്മദ് അബ്ദുൽ കരീം അതുപോലെ തന്നെ. അഹമ്മദ് അബ്ദുൽ കരീം ഇല്ലേ? റെസ്പോണ്ട് ചെയ്തേ, വേഗം റെസ്പോണ്ട് ചെയ്യേ. മാർക്കില്ലടാ, 6 മാർക്ക് കൊള്ളൂല്ലോ കെമിസ്ട്രി. അത് കിട്ടിയ പോരാ കേട്ടോ. then ഐഷ നസ്നിൻ പറഞ്ഞേ. ഐഷ നസ്നിൻ അതേപോലെ തന്നെ 8 and 6 ആണ്. മാത്സ് കുറച്ച് കുറവാണ്, മാത്സ് ശ്രദ്ധിക്കുക കേട്ടോ. എൽദോസ ജി ഇല്ല. then ഗൗരി നന്ദന 8.5 and 8 S2 കുഴപ്പമില്ലാത്ത മാർക്ക് തന്നെയുണ്ട്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ 9.5 and 8 S2 കുഴപ്പമില്ല. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഉണ്ടോ? മുഹമ്മദ് നീ ഇപ്പൊ കുറെ ആബ്സെന്റ് ആയിട്ടുണ്ട് കേട്ടോ. 8-9 ആബ്സെന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ആബ്സെന്റ് ആവുകയാണെങ്കിൽ പേരന്റ് ആയിട്ട് വരേണ്ടി വരും കേട്ടോ. ഓക്കെ. മുഹമ്മദ് അമാൻ 6.5 and 9.5 S2. 6.5 ആണോ അമാനെ? ശ്രദ്ധിക്കുക. മുഹമ്മദ് അമാൻ എം എൻ. മുഹമ്മദ് ബിൻഷാദ് ഒക്കെ. മുഹമ്മദ് റിഹാൻ വി എസ് 7.5 and 6 കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ട് കേട്ടോ. റിഹാൻ വി എസ്. റുഫൈദ 8 and 9.5 S2 കുഴപ്പമില്ല. ഷാരൻ 6 and 8.5. ഷാരന് 6 കിട്ടിയ പോരാട്ടോ. ഷാരനെ S2 ആണ്. ഓക്കെ. ഷഹാൻ അതേപോലെ തന്നെ 6 കിട്ടിയ പോരാ. 6 and 8 ആണ്. 6 കിട്ടിയ പോരാ, കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഷഹാൻ. എബിൻ കേൽദോസ് ഇല്ലേ? എബിൻ കേൽദോസ് നല്ല മാർക്കാണ് മേടിച്ചിട്ടുണ്ട്. 7.5 and 8 S2 കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. ഓക്കെ. അപ്പൊ S2 കിട്ടിയ സ്റ്റുഡൻസ് ഇത്ര പേരാണ്. അവർക്ക് ലീവ് ചെയ്ത് പോട്ടോ. നെക്സ്റ്റ് അഹമ്മദ് ഹലീം. എന്ത് പറ്റിയടാ അഹമ്മദ് ഹലീം? മാത്സ് മാർക്കില്ലാത്ത അഹമ്മദ് ഹലീം എന്താ പഠിക്കാത്ത? നമുക്ക് ഞായറാഴ്ച ഇവിടെ നിന്ന് പഠിച്ചാലോ? പഠിച്ചാൽ നിനക്കൊള്ളാം. 7 and 3.5 ആണ്. S4 ആണ്. S4 കിട്ടിയ സ്റ്റുഡൻസ് അറിയാലോ, നമുക്ക് പൊസിഷൻ കാണിക്കാൻ ഓഫീസിൽ വരണം. എന്നിട്ട് അവർക്ക് റീടെസ്റ്റ് ഓൺലൈൻ ആയിക്കോട്ടെ. S4 ആർക്ക് S5 S6 ആബ്സെന്റീസിന് റെമഡി ഉണ്ടായിരിക്കും ഓഫീസിൽ. ഓക്കെ. അഹമ്മദ് ലീവ് ചെയ്തു. ബിലാൽ നാസർ അതേപോലെ തന്നെ 7 and 4.5 ആണ്. മാത്സ് ശ്രദ്ധിക്കുക. ബിലാല് മാത്സ് ഭയങ്കര പുറകോട്ടാണ് കേട്ടോ. ബിലാലെ നീ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഫൈനൽ എക്സാമിന് മാർക്ക് ഉണ്ടാവില്ല. മാത്സിന് മാർക്ക് കിട്ടില്ല കേട്ടോ. മാത്സ് നീ ഭയങ്കര പുറകോട്ടാണ്, അപ്പോൾ ശ്രദ്ധിക്കുക. then മുഹമ്മദ് റബീസ് 6 and 5 ആണ്. മുഹമ്മദ് റബീസ് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. മുഹമ്മദ് റബീസ് 6 and 5 ആണ്. S4 ആണ്. എംപോസിഷൻ കൊണ്ടുവരാം. അറിയില്ല, എംപോസിഷൻ കൊണ്ടുവരാൻ അറിയത്തില്ലേ? ഓക്കെ. അഫിയ ഉണ്ട്. അഫിയ എന്ത് പറ്റി അഫിയ? 2 മാർക്ക് കുറവാണല്ലോ, പഠിച്ചില്ല? അഫിയയുടെ വീടെവിടെ? ഓക്കെ. അപ്പോ അറിയാലോ, S5 ആണ്. ഞായറാഴ്ച റെമിനന്റ് ആയിരിക്കും കേട്ടോ. ഓഫീസിൽ വരേണ്ടി വരും. ഓക്കെ. അല്ലമീൻ TS അതേപോലെ തന്നെ ഒരു സബ്ജക്ട് പാസ് ആയിട്ടുണ്ട്, ഒരു സബ്ജക്ട് ഫെയിൽ ആണ്. മാത്സ് ഫെയിൽ ആണ്. അപ്പോൾ ഞായറാഴ്ച റെമിനന്റ് ആയിരിക്കും കേട്ടോ. അല്ലമീനൊക്കെ എല്ലാ റെമഡിയിലും ഉണ്ടല്ലോടാ. നിനക്കൊരു മാറ്റമില്ലല്ലോ. എല്ലാ റെമഡിയിലും പേരുണ്ടല്ലോ. നിങ്ങൾ ഈ റെമഡി എടുത്തത് നിങ്ങൾക്ക് മാറ്റം വരാൻ വേണ്ടിയാണ്.
എന്താണ് അത് കൈ വീഴും. കൈ ഓടിക്കുന്നത്? കൈ കൊണ്ടല്ലോ നീ പഠിച്ചത്, കൈ കൊണ്ടാണ് പഠിച്ചത്. അത് വലത്തെ കൈയല്ലേ? ഇടത്തെ കൈയോ? ഇടത്തെ കൈയല്ലേ? വലത്തെ കൈയല്ലോ. ആൽബിൻ ജെയ്സൺ, അതേപോലെ തന്നെ ആൽബിൻ ജെയ്സൺ മാത്സ് പുറകോട്ടാണല്ലോ. ആൽബിൻ ജെയ്സൺ മാത്സ് ഒട്ടും തന്നെ മാത്സിനൊക്കെ ഒരു ഇതില്ല കേട്ടോ. മാത്സ് പഠിച്ചില്ലെങ്കിൽ മാത്സിന് കൂടുതൽ സമയം എടുത്ത് പഠിക്കുക. നീ മാത്സിനാണ് പുറകോട്ട് ഇരിക്കുന്നത്, മാത്സ് കൂടുതൽ സമയം എടുത്ത് പഠിക്കുക. നമുക്കിപ്പോ ഇനിയിപ്പോ ഒരു മാസം 2 മാസമൊക്കെ ഉള്ളൂ. അത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ പെട്ടെന്ന് എക്സാം ഒക്കെ ആയി. നിങ്ങളപ്പോ ഇങ്ങനെ പഠിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, മാത്സ് കൂടുതൽ സമയം എടുത്ത് പഠിക്കുക. നമുക്കിപ്പോ 2 മാസത്തേക്കുള്ള ഗെയിം കളിയൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുക. പറയാനുള്ള ഗെയിം കളി മാറ്റി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കളിക്കാമല്ലോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആൽബിൻ, ഇബ്രാഹിം ബാഷുണ്ട്. ഇർഫാൻ ഷംസുദ്ദീൻ, ഇർഫാൻ ഷംസുദ്ദീൻ ഇല്ലേ? എന്താണ് ഇർഫാനെ, മാർക്ക് ഉഴപ്പാണല്ലോ നീ ഫുള്ള്? മാത്സ് 1.5 മാർക്കോ? പിന്നെ എളുപ്പമുള്ള ചാപ്റ്റർ ആണെന്നടാ കോർഡിനേറ്റ്സ്. നീ ഉഴപ്പി ഇപ്പൊ അവസാനം ഇപ്പൊ എല്ലാ സബ്ജക്റ്റും എല്ലാ പ്രാവശ്യം നോക്കുവാണല്ലോ. ആദ്യമൊക്കെ വല്ലപ്പോഴും നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും പോരാ കേട്ടോ, പഠിക്കാൻ നമുക്ക് ഇവിടെ ഓഫീസിൽ നിന്ന് പഠിക്കാം. സ്കൂളിൽ നിന്ന് പോരാ കേട്ടോ. അപ്പൊ ഞായറാഴ്ച റെമഡി ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ മാഹിൻഷ പി എ S5 ആണ് കേട്ടോ. മാഹിൻഷ റെമഡി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ മാഹിൻഷ എങ്ങനെ പഠിച്ചാൽ പോരാ, കെമിസ്ട്രിക്കാണ് ഫെയിൽ ആയിക്കണത്. അത് ഫാസിൽ പി എക്ക് അതുപോലെ തന്നെ 2 സബ്ജക്റ്റും ഫെയിൽ ആണ്. ഫാസില് പിന്നെ ഉഴപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫാസിൽ സാബിത്ത് ഉണ്ടോ? മുഹമ്മദ് സാബിത്ത് അതേപോലെ S5 ആണ്. ഞായറാഴ്ച ഓഫീസിൽ വന്നിരുന്ന് പഠിക്കണം നിർബന്ധമായിട്ട് തന്നെ. വരുന്നില്ലെങ്കിൽ ഒരു എക്സ്ക്യൂസും തരുന്നല്ല കേട്ടോ. പല പ്രാവശ്യം എക്സ്ക്യൂസ് തന്നിട്ടുണ്ട്. പല പ്രാവശ്യം റെമഡി എടുത്തപ്പോൾ നീ ആബ്സെന്റ് ആയിരുന്നു. അപ്പോൾ നിന്റെ പേരുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പ്രാവശ്യം എന്തായാലും വരണം. മുസ്തഫ എന്ത് പറ്റിയടാ? മാത്സ് നീ അപ്ലോഡ് ചെയ്തില്ലേ? വൈകിപ്പോയി സാർ, മാറിപ്പോയി. വൈകിപ്പോയതല്ല, കെമിസ്ട്രി അയച്ചു കഴിഞ്ഞത്. അത് നോക്കാത്തതിനാ നീ? ശ്രദ്ധിച്ചില്ല, അത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത്. അപ്പൊ റെമഡി ഉണ്ടായിരിക്കും കേട്ടോ ഞായറാഴ്ച രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. നോക്ക് വരിക. ഷാരുഖ് അതുപോലെ തന്നെ. ഷാരുഖ് ഇന്നലേക്ക് ആബ്സെന്റ് ആയിരുന്നു 2 ദിവസമായിട്ട്. എന്നടാ? പനിയും തലവേദനയായിരുന്നു സാർ. തലവേദനയ്ക്ക് ആണെങ്കിൽ വീഡിയോ ഓഫ് ആക്കി വെച്ച് കാണണ്ടേ? ഞാൻ എനിക്കാണ് കഴിച്ചത് ഭയങ്കരമായിരുന്നു. ആബ്സെന്റ് ഞാൻ പറഞ്ഞു. ആബ്സെന്റ് ആയാല് ഞാൻ പറഞ്ഞു 5 കൂടുതലായാല് പേരന്റ് ആയിട്ട് വരേണ്ടി വരും കേട്ടോ. പിന്നെ ക്ലാസ് കേട്ടില്ല. ഞാൻ അവിടെ പേര് കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞാലേ ക്ലാസ് കേട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ നിർബന്ധമായിട്ട് പേരന്റ് ആയിട്ട് വരണം, എന്നെ കാണണം എന്ന് പറഞ്ഞു. ഓക്കെ. അമ്ന അമീൻ ആബ്സെന്റ് ആയിരുന്നു. അപ്പോ റെമഡി ഉണ്ടായിരിക്കും കേട്ടോ ഞായറാഴ്ച. അമ്നയുടെ വീട് എവിടെയാ? മറ്റേ തന്നെ. കുഴപ്പമില്ല വരാൻ. ഓക്കെ. ദെൻ സുഹൈലിന് ഞായറാഴ്ച റെമഡി ഉണ്ടായിരിക്കും കേട്ടോ. സുഹൈൽ S5 ആണ്, റെമഡി ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ മുഹമ്മദ് ഇൻസാഫാണ് ഇഷാനാണോ? മുഹമ്മദ് ഇൻസാഫാണ് ഇഷാനാണ് നിൽക്കണത്? ഇഷാനിന്റെ ആബ്സെന്റ് ആണെന്നുള്ള ബൈ വീക്കിലി കംപ്ലൈന്റ് ആണോ? ഫോൺ കംപ്ലൈന്റ് ആണ്. നമുക്ക് ഓഫീസിൽ വന്നിരുന്ന് എഴുതാൻ പറഞ്ഞോ? അതിന് മാറ്റിയല്ലേ കേൾക്കാറിയോ? എവിടെ വീട്? വന്ന് എഴുതാൻ പാടില്ലായിരുന്നോ? ഫോൺ കംപ്ലൈന്റ് ആണെങ്കിൽ. ഇതിപ്പോ ആബ്സെന്റ് ആയാല് ഇപ്പൊ എന്തായാലും രാവിലെ വൈകുന്നേരം ഇരിക്കേണ്ടി വരും ഞായറാഴ്ച. ഓക്കെ. അപ്പൊ ഞായറാഴ്ച വരണം കേട്ടോ, നിർബന്ധമായിട്ട് വരണം. വന്നില്ലെങ്കിൽ പിന്നെ ക്ലാസ്സിൽ കേട്ടില്ല. ഇർഫാൻ എന്ത് പറ്റി? ഇർഫാനെ ആബ്സെന്റ് ആയ? കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ബൈ വീക്കിലി അറിയില്ലായിരുന്നു. ബൈ വീക്കിൽ നമുക്ക് ഉള്ള അറിയില്ലായിരുന്നോ? ആ ഫ്രണ്ട്സ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, അതെ. ഈ ആഴ്ച ഉണ്ടാവുന്ന അറിയില്ല. ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച ഇരിക്കുന്നത്. അല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ച നടത്തിയില്ലല്ലോ. അപ്പൊ ഈ ആഴ്ച ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ലേ? ഓക്കെ. അടുത്ത എക്സാമിന് ഞായറാഴ്ച അപ്പം റെമഡി ഉണ്ടായിരിക്കും കേട്ടോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഓക്കെ സാർ. ഓക്കെ.